എന്താണെന്ന് പറയ്. തടസ്സമുണ്ട് ആനി. എന്ത് തടസ്സം? പ്രസാദേട്ടൻ? അതെ. എനിക്ക് മനസ്സിലാവുന്നില്ല യമുനെ. നീ എന്ത് കഥയില്ലായ്മയൊക്കെയായി പറയുന്നത്? കല്യാണം കഴിഞ്ഞൊരു മനുഷ്യൻ, അതും നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, എങ്ങനെയാ നിന്റെ ജീവിതത്തെ തടസ്സമാവുന്നേ? നീ എന്തിനാ ആ മനുഷ്യന് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത്? അതല്ലേ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ലെറ്റ് ഹിം ലിവ് ഹിസ് ഓൺ ലൈഫ്. ശരിയാ, നീ പറയുന്നത് ശരിയാ. ശരിയാണെന്ന് എക്കോ ചെയ്തതുകൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല. നീ ഉറച്ചൊരു തീരുമാനം എടുക്കണം. എടുത്തേ പറ്റൂ. അതെ, അതിന് നിന്റെ അഡ്വൈസ് എനിക്ക് വേണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. പ്രസാദേട്ടൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. എന്തിന്? ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ. ചെന്നില്ലെങ്കിൽ പ്രസാദേട്ടൻ എന്റെ വീട്ടിലേക്ക് വരുമെന്ന്. അത് ഒഴിവാക്കാനായി ഞാൻ ചെല്ലാൻ നേറ്റു. അപ്പോ നീ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചോ? അതെ. വീട്ടിലാരും ചോദിച്ചില്ലേ എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് സംശയം തോന്നി. പക്ഷെ ഞാൻ നിന്നെ കാണാൻ വരാമെന്ന് കള്ളം പറഞ്ഞു. മനസാക്ഷി അനുവദിക്കുന്നില്ല അല്ലേ കള്ളം ചെയ്യാൻ? അതുകൊണ്ടല്ലേ നേരെ ഇങ്ങോട്ട് പോകുന്നത്, എന്റെ അഡ്വൈസിനായി ഇല്ലേ? എന്തൊരു വെട്ടിത്തോ യമുനെ നീ കാണിച്ചത്. നീ എന്തിനാ അങ്ങോട്ട് ചെല്ലാൻ നേറ്റത്? ഒറ്റയ്ക്ക് താമസിക്കുന്ന മനുഷ്യൻ, ഭാര്യയെ പറഞ്ഞു വിട്ടയാൾ. നിന്നോട് അയാൾക്കുള്ള ക്രൈസ് എത്രയാണെന്നും നിനക്കറിയാം. ഈ കണ്ടീഷനിൽ നീ ആ വീട്ടിലേക്ക് കയറി ചെന്ന കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? അതോ നിന്റെ എല്ലാ സെൻസും നശിച്ചു പോയോ? എനിക്ക് ഒന്നിനും മറുപടി ഇല്ല അനി. പക്ഷെ ഈ സിറ്റുവേഷൻ നേരിടാൻ നീ എന്നെ സഹായിക്കണം. വേറെ ആരോടും എനിക്ക് സഹായം ചോദിക്കാനില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുവാനി. ഈ അവസ്ഥ നീ സ്വയം വരുത്തിവെച്ചതല്ലേ? ശരി, എന്റെ അഡ്വൈസ് സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ എനിക്കിതാണ് പറയാനുള്ളത്. പ്രസാദേട്ടനെ കാണാൻ നീ പോവരുത്. പക്ഷെ പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് പ്രസാദേട്ടൻ എന്നെ തേടി വീട്ടിൽ വരുവാനി. ആ രംഗം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മുന്നിൽ വെച്ച് മനസ്സിലുള്ളത് അത്രയും പ്രസാദേട്ടൻ തുറന്നടിക്കും. എന്തൊക്കെയാ പിന്നെ സംഭവിക്കുക? അങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കണോ ആനി? നീ തന്നെ പറയ. അത് ഒഴിവാക്കാനാ സത്യത്തിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് സമ്മതിച്ചത്. അത് തെറ്റാണോ? ഈ ഒരു കാര്യത്തിൽ തെറ്റ് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. തുടക്കം മുതൽ ഇതാ ഈ നിമിഷം വരെയും ഇതിൽ ശരിയുടെ ഒരു തരി പോലും ഇല്ല. പക്ഷേ ഇത്രത്തോളം ആയ സ്ഥിതിക്ക്, ഇതൊരു വല്ലാത്ത ട്രാപ്പ് ആയ സ്ഥിതിക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, നീ പ്രസാദേട്ടന്റെ വീട്ടിൽ പോരുതെന്ന. ആ മനുഷ്യന് നിന്നോട് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ ആവണമെന്നില്ലല്ലോ. പുറത്ത് സ്ഥലങ്ങളില്ലേ, പാർക്കിലോ റെസ്റ്റോറൻറ്റിലോ അങ്ങനെ എവിടെയെങ്കിലും. അഥവാ ആരെങ്കിലും കണ്ടാൽ തന്നെ നിങ്ങൾ യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണെന്ന് കരുതിക്കോളും. എന്താ ആലോചിക്കുന്നേ? അങ്ങനെ പറഞ്ഞൂടെ ആ മനുഷ്യനോട്? പറയാം. പക്ഷേ ഈ ഡയലോഗ് അടുപ്പം വർദ്ധിപ്പിക്കാനല്ല, പറഞ്ഞു പിരിയാനാ, എന്നേക്കുമായി പിരിയാൻ. അങ്ങനെ പറയാനുള്ള മനസ്സുറപ്പുണ്ടെങ്കിൽ മാത്രം ആളെ കാണാൻ പോയാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ദാ വിളിക്ക്.
ഹലോ ഹലോ യമുനെ, പിന്നെ എവിടുന്നാ? ഏത് ഫ്രണ്ട്? ആനിയോ? ഓക്കെ, ഏത് ആനിയെങ്കിലും ആയിക്കോട്ടെ. താനിങ്ങോട്ട് വരുന്നില്ലേ? യമുന എന്തായി ചോദിക്കുന്നത്? എൻ്റെ അവസ്ഥ പൂർണ്ണമായി അറിയാവുന്ന യമുന, എനിക്ക് തന്നെ കണ്ടേ പറ്റൂ. കാര്യം അത്രയ്ക്ക് ഗൗരവമായതുകൊണ്ടാ. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കണം. എന്നെ എങ്ങനെ ടോർച്ചർ ചെയ്യരുത് യമുനെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന് വീർപ്പുമുട്ടൽ ആർക്കും അറിയില്ല. ഓ, ആശ്വാസമായി. പിന്നെ എന്തിനൊരു പക്ഷേ? നോനോ, വേറെ ഒരിടത്തും വേണ്ട. ഇവിടെ ഈ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ മതി. മതി എന്ന് പറഞ്ഞാൽ മതി. ശേ, ആര് കണ്ട നമുക്കെന്താ? മഞ്ഞ കന്നഡ വെച്ച നായ്ക്കൾ എന്ത് വേണമെങ്കിലും കുറച്ചോട്ടെ. ജസ്റ്റ് അവോയ്ഡ് ദം. നമ്മുടെ ലോകം നായ്ക്കളുടേതല്ല, മനുഷ്യരുടേതാ. പരസ്പരം അറിയാവുന്ന രണ്ട് മനുഷ്യരുടെ. ഇനി അത് ചോദിക്കരുത്. യമൻ പ്രസാദിന്റെ വീട്ടിലെത്തുന്നു എത്രയും വേഗം. എന്തായി? അത് പാർക്കിൽ ചെല്ലാൻ പറഞ്ഞു. ഓ, പിന്നെന്താ നിന്റെ മുഖത്തൊരു വിഷമം? പാർക്കിൽ പോയാലും ആരെങ്കിലും കണ്ടാലോ? കണ്ടാലും ഇത് അവസാന കൂടിക്കാഴ്ചയല്ലേ, പിന്നെ ആര് കണ്ടാലെന്താ? സമയം കളയാതെ പെട്ടെന്ന് ചെല്ലേ. അതോ ഞാൻ കൊണ്ടുവന്ന് വിടണോ? ഏയ് വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. എങ്കിൽ ശരി. അപ്പോ പറഞ്ഞത് മറക്കണ്ട. നിന്റെ ചേച്ചി അയാൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിന്റെ ഭാഗം നീ ക്ലിയർ ചെയ്യണം കേട്ടോ. യമുനേച്ചി, യമുനേച്ചി. ആ അമ്മേ, യമുനേച്ചി എവിടെ? ഒരു കൂട്ടുകാരിയുടെ ഫോൺ വന്ന് അങ്ങോട്ട് പോയി. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരി? എനിക്കറിയില്ല, അച്ഛനോട് പറഞ്ഞിട്ടാ പോയത്. യമുനേച്ചി ഏത് കൂട്ടുകാരുടെ അടുത്താ പോയത് അച്ഛാ? പേര് ആനിന്നോ മറ്റോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ആനി? എന്താടാ? ആനി എനിക്കറിയാം, പക്ഷെ ആ കുട്ടി മാരേജ് ഒക്കെ കഴിഞ്ഞ് ഗൾഫിലല്ലേ? ആ, അത് ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് അത്രേ. പഴയ ഫ്രണ്ട്സിനൊക്കെ കാണണമെന്ന് തോന്നിയിരിക്കും. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യമുനേച്ചിയുടെ കോഴ്സൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് എന്നോ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അധികം പുറത്തിറങ്ങേണ്ട കാര്യമുണ്ടോ? അച്ഛൻ ഈ സമ്മതിക്കരുത്. ഞാനത് അവളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഇപ്പൊ വന്നു കയറിയതല്ലേ ഉള്ളൂ, നീ എങ്ങോട്ടാ? ഞാനിപ്പോ ഒരാച്ച.
നീ പറഞ്ഞു കേട്ടിടത്തോളം ഒരു സംഗതി വ്യക്തം. ഇഷ്യൂ ശരിക്കും കോംപ്ലിക്കേറ്റാ. ഇത്തരം നേരം പോക്കുകൾ കുടുംബങ്ങളിൽ നടക്കാറില്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ സ്വയം അങ്ങ് ഇല്ലാതാവും. പക്ഷേ യമുനയുടെ കേസിൽ ഇത് എല്ലാ ലിമിറ്റ്സും കടന്നു പോയിരിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കുക, അടിച്ചു പിരിയുക, പിന്നെ അയാൾ ഭാര്യയുടെ സിസ്റ്ററുമായി കോണ്ടാക്ട് തുടരുക. ഇതുകൊണ്ടാണ് കാര്യം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സീരിയസ് ആവുമെന്ന് യമുന ഓർത്തില്ലാന്ന് തോന്നുന്നു. അവൾ ആ ഒരു ധർമ്മസങ്കടത്തിലായിപ്പോ. ഈ മാതിരി ബന്ധങ്ങളുടെ നേച്ചർ അങ്ങനെ തന്നെയാണ്. തുടക്കത്തിലെ രസം ഒടുക്കത്തിൽ ഉണ്ടാവില്ല. കുടുംബമോ സമൂഹമോ അംഗീകരിക്കാത്ത ബന്ധമല്ലേ. ധർമ്മസങ്കടവും ടെൻഷനും ഷുവർ. ഞാൻ പക്ഷേ യമുനയെ മുഴുവനെ കുറ്റം പറയില്ല. ശ്രദ്ധിക്കേണ്ടിയിരുന്നത് യമുനയോ പ്രസാദോ ആയിരുന്നില്ല, യമുനയുടെ ചേച്ചിയായിരുന്നു. ഈ രണ്ടുപേർക്കും അടുത്തിടപഴകാനുള്ള സന്ദർഭങ്ങൾ അവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടിയിരുന്നു, ഒഴിവാക്കേണ്ടിയിരുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞ യമുനയും പ്രസാദും തമ്മിലുള്ള ചേട്ടൻ അനുജത്തി ബന്ധം തുടക്കത്തിലെ കൺട്രോൾ ചെയ്യേണ്ടിയിരുന്നു. സുമിത്ര അത് ചെയ്തില്ല. അതിൻ്റെ ഫലമായത്. അതെ, സുമിത്ര ചേച്ചി അവര് രണ്ടുപേരെയും കണ്ണുടച്ച് വിശ്വസിച്ചു. അവിടെയാ തെറ്റിയത്. അങ്ങനെയൊന്നും വിശ്വസിക്കരുതാനി. പറ്റിയത് അതൊന്നുമല്ല. സുമിത്ര ഒന്നും ശ്രദ്ധിക്കാതെ സാഹിത്യം എഴുതിയിരുന്നു. പ്രസാദും യമുനയും ഫണ്ടമെന്റലായി ആണും പെണ്ണുമാണെന്നുള്ള കാര്യം സുമിത്ര ഓർത്തില്ല. സുമിത്രയുമായി ആൾറെഡി ചിലർ പൊരുത്തക്കേടൊക്കെയുള്ള പ്രസാദിന് അതൊരു ചാൻസായി. അയാൾ യമുനയുമായി അടുപ്പത്തിലായി. പക്ഷേ യമുനയ്ക്കിപ്പോ ഈ ബന്ധത്തിൽ നിന്നും ഒഴിയണമെന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ വെറും തോന്നലല്ലേ? അല്ല, ശരിക്കും. എന്നിട്ടാണോ യമുന അയാൾ വിളിച്ചപ്പോൾ പോയിരിക്കുന്നത്? അത് പ്രസാദേട്ടനുമായി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാ, പിരിയാനാ. പക്ഷെ കേട്ടിടത്തോളം അയാൾ അതിന് സമ്മതിക്കൂ? യമുന അസ്ഥി പിടിച്ചിരിക്കുകയല്ലേ. ഇറ്റ് ഇസ് നോട്ട് ലവ്, ഇറ്റ് ഇസ് ഇൻഫാച്വേഷൻ. രക്ഷപ്പെട്ടു പോരാൻ ലേശം ബുദ്ധിമുട്ടാ മോളെ. അഥവാ യമുന ബോൾഡായി കാര്യം പറഞ്ഞ് തിരിച്ചു പോന്നാൽ അയാളുടെ അടുത്ത സ്റ്റെപ്പ് എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യൂ ചായ? നമുക്കിതിലൊന്നും ചെയ്യാനില്ല, കാരണം നമ്മളതിൽ കക്ഷികളെ അല്ല. എന്നാലും അവളുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. അവൾക്ക് എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവും? വരട്ടെ, കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ പ്രശ്നം വളരെ സിമ്പിളായി തീരാനും മതി. അത് മതിയായിരുന്നു. അയ്യോ ബാബു, ആരത്? യമുനയുടെ ബ്രദറാ. അവളെ തേടിയുള്ള വരവായിരിക്കും. അവള് പ്രസാദേട്ടനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രശ്നമാവും. ആ, ഇച്ചാനൊരു കാര്യം ചെയ്യും. ഞാൻ യമുനയും കൊണ്ട് പുറത്തു പോയിരിക്കുകയാണെന്ന് പറ. നീ ഇവിടെ എങ്ങനെ ഫുൾ സൈസിൽ നിൽക്കുമ്പോൾ? ഞാൻ അകത്തിരുന്നോളാം. പ്ലീസ് ഇച്ചായ, ചെല്ല്. ജിമ്മി, സ്റ്റോപ്പ് ഇറ്റ്. ആരാ? ഞാൻ ബാബു, ആനി ചേച്ചിയുടെ ഫ്രണ്ട്, യമുനയുടെ അനിയനാ. ഓ, വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കുന്നില്ല, കുറച്ച് തിരക്കുണ്ട്. യമുനേച്ചിയുടെ ഒരു വിവരം പറഞ്ഞിട്ട് പോകാനാ. ഒന്ന് വിളിക്കാമോ യമുനേച്ചി? അയ്യോ, അവർ രണ്ടാളും കൂടി ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയല്ലോ. ഒരു 10 മിനിറ്റായി കാണും. അത്യാവശ്യ കാര്യമാണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ കാണാം. എന്തായിരിക്കുന്നു? ഇല്ല, വീട്ടിലെത്തുമ്പോൾ പറഞ്ഞോളാം. ആ. വരട്ടെ. ആ. പോയോ? ആ, പോയി. എന്തെങ്കിലും സംശയം തോന്നിക്കാണോ എന്തോ? അത് ഞാൻ ചോദിച്ചില്ല. ഇനി മനസ്സിൽ മാത്രം സംസാരിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നെ. ഇത്രയും നാൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പറയേണ്ടത് അത്രയും മറച്ചു വെച്ച് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ടും ആ കണ്ണുകളില്ലേ,
യമന് പറഞ്ഞ വിമർശകരുടെ കണ്ണുകൾ അവൻ നമ്മളെ വാച്ച് ചെയ്തു. കാണാത്തതും കണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ഇപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഞാനും യമനെ ആരാണ്? വഴിതെറ്റിയവർ, തെറ്റ് ചെയ്തവർ. ശരിയാണ് പ്രസാദേട്ടാ, തെറ്റ് ചെയ്യാതെയാ നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നേ. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവസരം കൊടുക്കരുത്.